ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് രാവിലെ തന്നെ ഒരു റെയിനി ക്ലൈമറ്റ് പോലെയുണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. യൂഷ്വലി ഞാനൊന്നല്ല ഉണ്ടാക്കുന്നത്. ഇന്ന് അമ്മയില്ല, അമ്മ എലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുക. അപ്പോൾ ഞാനും ഡാഡിയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം ഈസി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ബ്രെഡ് സാൻഡ്വിച്ച് പോലെ, ഒരു എഗ് സാൻഡ്വിച്ച്. അപ്പോൾ അതിനാദ്യമായിട്ട് തന്നെ ഞാനൊരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ പയ്യെ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ഒരു ചീസ് സ്ലൈസൊക്കെ മെൽറ്റ് ചെയ്ത് ഒരു സാൻഡ്വിച്ച് ആക്കി കഴിച്ചു. പിന്നെ ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഹോളിഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം രാവിലെ ന്യൂസൊക്കെ കണ്ടു. ഇന്ന് ഫുൾ ഇലക്ഷൻ ന്യൂസ് ആണല്ലോ. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങളും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ തന്നെയായിരുന്നു വോട്ട് ചെയ്യാൻ പോയത്. എനിക്കും ഡാഡിക്കും സെയിം സ്കൂളിൽ തന്നെയായിരുന്നു, പക്ഷേ ബൂത്ത് ഡിഫറെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ വോട്ട് ചെയ്തു. ഇതെൻ്റെ 3ാമത്തെ ഇലക്ഷനാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ജിമ്മിലേക്ക് പോയി. ഈ ഡ്രസ്സിലൊന്നുമല്ല വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. വൈകുന്നേരം എപ്പോഴും എന്നെ ഡാഡിയാണ് പിക്ക് ചെയ്തുകൊണ്ട് വരാറ് ജിമ്മിൽ നിന്ന്. കാര്യം ഞാൻ ഡാഡി വരുന്ന സമയത്ത് തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഡാഡി വന്നു വൈകുന്നേരം പിക്ക് ചെയ്യാൻ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇനി ഇന്നത്തെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, എലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണല്ലോ അമ്മ. അപ്പോൾ അമ്മ തിരിച്ച് വരുന്നത് അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ പോകണം അമ്മയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ. ഇനി ഞങ്ങൾ ഫ്രഷായിട്ട് അങ്ങോട്ട് പോവാണ്. ഞങ്ങളൊരു 9:30 ആയപ്പോൾ അവിടെ എത്തി അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. പക്ഷെ അമ്മയൊക്കെ വന്നപ്പോൾ 12:30 കഴിഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ പിരിഞ്ഞു. ഇതൊക്കെ എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോള് എനിക്കായിട്ട് തന്നതാണ് കേട്ടോ. അവൾ ആക്ച്വലി വേറെ സ്റ്റേറ്റിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ കുറച്ച് ട്രാവലൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ പലതായിട്ട് കളക്ട് ചെയ്ത പീസസ്, കുറേ ബ്ലാക്ക് മെറ്റൽ ഓക്സിഡൈസ് ജ്വല്ലറി കേട്ടോ. കുറേ ഓക്സിഡൈസ് ജ്വല്ലറി ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ക്രേസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ഇനി വരുമ്പോൾ നമുക്കെല്ലാം നോക്കി ഇഷ്ടപ്പെട്ട പീസസൊക്കെ എടുത്തുകൊണ്ട് പോവാമെന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് പീസസൊക്കെ എടുത്തു. ഈ ഒരു ഇയറിങ് കണ്ടോ, ഭയങ്കര ഭംഗിയാണ്. ഈ യെല്ലോ സ്റ്റോണുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് പീസുണ്ട് കേട്ടോ. അവളുടേതായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പീസസും പിന്നെ പുതിയതായി വാങ്ങി വെച്ച പീസസൊക്കെ എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ഇട്ട് നോക്കി. എനിക്കിഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് പോന്നു. പിന്നെ ഞാൻ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും അതും കൂടെ ബാക്കി കൂടി എടുത്തുകൊണ്ട് പോകാൻ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ പാക്കറ്റിലിരിക്കുന്നതുകൊണ്ട് എത്ര ഭംഗിയുണ്ടെന്ന് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഇതൊക്കെ ഇടുമ്പോൾ കാണിക്കാം. ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു ഇയറിങ്ങാണ് കേട്ടോ. കുറച്ച് ലോങ് ആണ്, പക്ഷേ നല്ല ലൈറ്റ് വെയ്റ്റാണ്. പക്ഷെ ഭയങ്കര ഭംഗിയാണ് ഇതിടുമ്പോൾ. പിന്നെ ഇത് വന്നിട്ട് ഇതൊരു ആൻറ്റി ടാർണിഷ് പീസാണ്, ഒരു പേൾ ഹാങ്ങിങ്ങും കൂടെ വരുന്നത്. പിന്നെ ഇതൊരു ബ്ലാക്ക് മെറ്റൽ ജുംക്കയാണ്. ഞാൻ ഇങ്ങനത്തെ ജുംക്കയൊന്നും കണ്ടിട്ടില്ല ബ്ലാക്ക് മെറ്റലിൻ്റെ. പിന്നെ ഇത് ഒരു ആൻറ്റി ടാർണിഷ് ഹൂപ്പാണ്, ഒരു സ്ക്വയർ ഹൂപ്പ്. വേറൊരു ഹൂപ്പും കൂടെ ഉണ്ട്, ഒരു സ്പൈറൽ പാറ്റേൺ വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഒരു സ്പൈറൽ പാറ്റേൺ ഉള്ള ഹൂപ്പാണത്. ഒരുപാട് പീസുണ്ട്, ഞാൻ കുറേ എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. ഇത് പിന്നെ വന്നിട്ടൊരു നെക്ക് ചെയിനാണ്, ഒരു ഈവിലായി വരുന്നത്. അത് നല്ല ഭംഗിയുള്ളൊരു നെക്ക് ചെയിനാണ്. പിന്നെ ഇനിയുള്ളതും ഒരു ഹൂപ്പാണ്, ഒരു പേൾ പാറ്റേണും കൂടെ വരുന്ന ഹൂപ്പ്. ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഞാൻ യൂഷ്വലി പേളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു നല്ല റിങ്ങാണ്, ഒരു വൈറ്റ് സ്റ്റോൺ റിങ് കണ്ടോ. മിഡിൽ പോർഷനിൽ ഒരു വലിയ വൈറ്റ് സ്റ്റോണും പിന്നെ കുറച്ച് മിനി സ്റ്റോൺസുമായിട്ട്. ഇതും പിന്നെ ഒരു ജുംക്കയാണ്. ഇതും എനിക്കിട്ടപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. കാണുമ്പോൾ വലുതാണെങ്കിലും അത്രയ്ക്ക് വെയിറ്റ് ഇല്ല. എഗെയിൻ ഇതൊരു ജുംക്കയാണ്. പിന്നെ ഇനിയൊരു പേൾ ബ്രേസ്ലെറ്റാണ് ഉള്ളത് കേട്ടോ. ഇത് റിയൽ പേളാണ്, റിയൽ പേൾ ബ്രേസ്ലെറ്റാണ്. അതിൻ്റെ ഒരു ഇയറിങ്ങും ഉണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പീസ്. നോക്കൂ, ഒരു മിനി ഡാൻസിങ് ഗേൾ പോലത്തെ കണ്ടോ. അത് ആക്ച്വലി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലെ തോന്നും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാം. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഒരു മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. ഒരു 1:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീടിനടുത്ത് എത്താറായി. ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് അപ്പോൾ അമ്മ പറയുമായിരുന്നു, നമുക്ക് തണുത്ത എന്തെങ്കിലും കഴിക്കാം. രാത്രിയായി, പക്ഷെ എന്നാലും അങ്ങനെ ഞങ്ങൾ എപ്പോഴും ഷേക്ക് കുടിക്കുന്നൊരു കടയുണ്ട്, അവിടെ കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ വന്നപ്പോൾ 1:30 ആയപ്പോൾ അവർ ഏകദേശം ക്ലോസ് ചെയ്യായിരുന്നു.
അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ കയറിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് ബൂസ്റ്റർ ചായയിലാണ് കയറിയത്. അതൊരു ഫേമസ് ബ്രാൻഡാണല്ലോ, എല്ലായിടത്തും ഉണ്ട്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ബൂസ്റ്റർ ചായയിലാണ് ഞങ്ങൾ വന്നത്. ബൂസ്റ്റർ ചായ എപ്പോഴും രാത്രിയിലൊക്കെ ആണെങ്കിലും ഭയങ്കര ലൈവായിരിക്കും. ഒരുപാട് ആളും എപ്പോഴും ഓപ്പൺ ആയിരിക്കും. നല്ലൊരു സ്പോട്ടാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് വാങ്ങിയത്. അമ്മ നോക്കിയിരിക്കുക കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഗൈസ്.